ചാലക്കുടി വ്യാജ ലഹരി കേസിൽ പ്രതി ലിവിയ ജോസിനെ കുറിച്ച് താൻ അപവാദ പ്രചാരണം നടത്തിയിട്ടില്ലെന്ന് ഷീല സണ്ണി ന്യൂസ് മലയാളത്തോട്. കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ലഹരിമരുന്ന് വ്യാജമെന്ന് മകൻ സംഗീത് പറഞ്ഞിരുന്നു. മകനാണ് ലിവിയയെക്കുറിച്ച് എക്സൈസ് ഉദ്യോഗസ്ഥരോട് സംശയം പറഞ്ഞതെന്നും ലിവിയ പറഞ്ഞു. ഈ നാരായണദാസിന് എനിക്ക് ഈ കേസ് വന്ന പിന്നെയാണ് എനിക്കറിയുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ മുമ്പ് നാരായണദാസും ഇവളുമായിട്ടുള്ള ഒരു ബന്ധം എനിക്കറിയില്ല. ഈ കേസ് വന്ന് എന്നെ ഇതൊക്കെ ചെയ്തപ്പോഴാണ് അവർ കണ്ടുപിടിക്കുന്നത് നാരായണദാസാണ് ഇത് വിളിച്ച് പറഞ്ഞത്. അങ്ങനെ അറിയാതെ ഞാൻ എങ്ങനെയാണ് നാരായണദാസിനെയും ഇവളെയും കുറിച്ച് അപവാദം പറയുക? പിന്നെ അപവാദമൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് ആരോടാണ് ഞാൻ പറഞ്ഞത്? എൻ്റെ മോനോട് ഇപ്പോൾ ചാനലിലൊക്കെ പറയണത് മോന് ഞാൻ വോയിസ് മെസ്സേജ് അയച്ചു. ഞാൻ അങ്ങനെ മോന് വോയിസ് മെസ്സേജ് ഒന്നും അയക്കാറില്ല. അവളെ കുറിച്ച് അപവാദം പറഞ്ഞിട്ടില്ല. ലെവിൻ കെ വിജയൻ നൽകും കൂടുതൽ വിവരങ്ങൾ തൃശ്ശൂരിൽ നിന്ന്. ലെവിൻ, വ്യാജ ലഹരി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ജയിലിൽ കിടക്കുകയും ഒരുപാട് പീഡനം ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് ഷീല സണ്ണി. ഇപ്പോൾ ഈ വിധത്തിലുള്ളൊരു ആരോപണം ഉയർന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ലിവിയയെ അറസ്റ്റ് ചെയ്തത്. മുംബൈയിലെത്തിയതായിരുന്നു ലിവിയ. രഹസ്യമായിട്ടാണ് മുംബൈയിലെത്തുകയും പിന്നീട് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലിവിയെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കേരളത്തിൽ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലിവിയയെ പറ്റി ഷീല പറഞ്ഞതായി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? എങ്ങനെയാണ് ഷീല അതിനുള്ള മറുപടി നൽകുന്നത്? ബിനിൽ, നമ്മൾ ഉച്ചയോടുകൂടിയാണ് ലിവിയ ജോസ് ഈ കേസിൽ ഏത് നിലയിലാണ് ഇടപെട്ടതെന്നും അതോടൊപ്പം തന്നെ എന്താണെന്നുമുള്ള കാര്യം നമ്മൾ വെളിപ്പെടുത്തുന്നത്. ന്യൂസ് മലയാളത്തിൻ്റെ എക്സ്ക്ലൂസീവ് വാർത്തയായിട്ടാണ് അത് പുറത്തു വന്നത്. ലിവിയയ്ക്ക് ഈ സ്ത്രീയോട്, അതായത് ഷീല സണ്ണിയോട് വൈരാഗ്യം തോന്നാനുണ്ടായ കാരണം താൻ ഇവർക്കെതിരെ അപവാദ പ്രചരണം, അതായത് ലിവിയയ്ക്കെതിരെ അപവാദ പ്രചരണം ഷീല സണ്ണി നടത്തി എന്നുള്ളതാണ്. സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇവർക്കെതിരെ ഇത്തരത്തിലൊരു കേസ് ഉണ്ടായത് എന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. എന്നാൽ അതിനെ ఖంഡിച്ചുകൊണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയത് ഷീല സണ്ണിക്കെതിരായി ലിവിയ ജോസിനെതിരായി ഷീല സണ്ണി അപവാദ പ്രചരണങ്ങൾ നടത്തിയതാണ് ഇത്തരത്തിലുള്ള ഒരു വൈരാഗ്യത്തിന് ഇടയാക്കിയത് എന്നുള്ളതാണ് അവരുടേതായിട്ടുള്ള പ്രതികരണം. അതായത് ലിവിയ ജോസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് മൊഴി നൽകിയത് എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ VK രാജു നമ്മളോട് സംസാരിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെതായിട്ടുള്ള മൊഴിയും നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനോടുള്ള പ്രതികരണമായിട്ടാണ് ഷീല സണ്ണി ഇക്കാര്യത്തിൽ നമ്മളോട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഷീല സണ്ണി ന്യൂസ് മലയാളത്തോട് പറഞ്ഞത് ലിവിയ ജോസിനെതിരെ താൻ ഒരു തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ്. കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ ബാഗിൽ നിന്ന് കണ്ടെത്തിയ ലഹരി മരുന്ന് ഒറിജിനൽ അല്ല എന്ന് തൻ്റെ മകനായിട്ടുള്ള സംഗീത് പറഞ്ഞിരുന്നു. താൻ കേസിൽ രക്ഷപ്പെടുമെന്നും ബാഗിൽ നിന്ന് മയക്കുമരുന്ന് വെച്ചവർ ഒരിക്കലും ഈ നിയമത്തിന് മുന്നിൽ വരില്ല എന്നും സംഗീത് പറഞ്ഞിരുന്നു. സംഗീതിന് അക്കാര്യത്തിൽ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എക്സൈസ് സംഘം തന്നെ കസ്റ്റഡിയിലെടുക്കുകയും കേസിൻ്റെ തുടരന്വേഷണം എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തുകയും ലിവിയ ജോസിനെതിരായ സംശയം, ലിവിയയ്ക്ക് കേസിൽ കൃത്യമായ പങ്കുണ്ടെന്നുള്ള സംശയം പുറത്തു പറയുകയും ചെയ്തത് മകൻ സംഗീതാണ്. അങ്ങനെയെങ്കിൽ തനിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാരായണദാസിനെ മുൻപരിചയമില്ല, ലിവിയയുമായി തനിക്കൊരു പ്രശ്നവുമില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ ഒരു പ്രതികരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഷീല സണ്ണി നമ്മളോട് സംസാരിച്ചിരിക്കുന്നത്. മരുമകളുമായി തനിക്കുണ്ടായിരുന്നത് നല്ല ബന്ധം മാത്രമാണ്. കുടുംബ പ്രശ്നമോ സാമ്പത്തിക ബാധ്യതകളോ ഇതിന് പിന്നിലുണ്ടായിരുന്നുവെന്ന് കരുതുന്നില്ല. ഇറ്റലിയിൽ താൻ ജോലിക്ക് പോകാൻ ശ്രമിച്ചിരുന്നു. ജോലിക്ക് പോകുന്നതിന് മരുമകളുടെ കുടുംബത്തിൻ്റെ, ലിൽജയുടെ കുടുംബത്തിൻ്റെ സഹായമടക്കം അഭ്യർത്ഥിച്ചിരുന്നു. അവർ ആ സഹായം നൽകാമെന്നും പറഞ്ഞിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ എന്തിനാണ് താൻ ലിവിയയ്ക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നത് എന്നുള്ളതാണ് ഷീല സണ്ണി നമ്മളോടായി പ്രതികരണമായി പറഞ്ഞിരുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടുംബ പ്രശ്നങ്ങളായിരുന്നു ഈ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യത്തിന് ഈ പ്രതികളെ പ്രേരിപ്പിച്ചത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ലിവിയയുടെ കുറ്റസമ്മത മൊഴി പ്രകാരവും പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിലും ഈ കുടുംബ പ്രശ്നങ്ങളല്ല, നേരെ മറിച്ച് ഈ ഷീല സണ്ണി അപവാദ പ്രചരണം നടത്തിയതാണ് തനിക്ക് വൈരാഗ്യമുണ്ടാക്കിയതെന്നുള്ള മൊഴിയാണ് അവർ നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ ഷീല സണ്ണിയുടെ ബാഗിൽ വെച്ചത് ഒറിജിനൽ ലഹരി മരുന്നുകൾ തന്നെയാണ് എന്നുള്ള വെളിപ്പെടുത്തലാണ് ഈ ലിവിയ ജോസ്, പ്രതിയായിട്ടുള്ള ലിവിയ ജോസ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അവരാണ് അക്കാര്യം നമ്മളോട് വെളിപ്പെടുത്തിയതും. ബിനിൽ, ഓക്കെ, വ്യക്തമാണ്. അക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെയാണ് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഷീല സണ്ണിയുടെ മരുമകളുടെ അനിയത്തിയാണ് അല്ലെങ്കിൽ സഹോദരിയാണ്
ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ലിവിയ എന്ന് പറയുന്നത് അപവാദ പ്രചരണം നടത്തി എന്നതിൻ്റെ പകയെ തുടർന്നാണ് വ്യാജ ലഹരി കേസ് ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അത് ആസൂത്രണം ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തുകയും ആ കേസിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. അതേ തുടർന്നാണ് നാരായണദാസ് വഴി ഈ വ്യാജ ലഹരി കേസിൽ ഷീല സണ്ണിയെ കുടുക്കുകയും ചെയ്തു എന്ന വിധത്തിലാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ലെവിൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.